സ്ഥിതിക്ക് നൂർഫൈസി ഉസ്താദ് മൈക്ക് തന്ന സ്ഥിതിക്ക് 2 വാക്കുകൾ കൂടെ പറയുന്നേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഉണ്ടാവും കൂടെ, ശേഷം കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും, അനുഭവങ്ങളൊക്കെ. ഇപ്പൊ നൂർഫൈസി ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ വന്നിരായ സൈനുൽ ഉലമാ ചെറുശ്ശേരി ഉസ്താദിനെ സംബന്ധിച്ച് അതൊരു വലിയൊരു ബഹറാണല്ലോ. അതൊരു ബഹറു ദാഹിർ എന്ന് പറഞ്ഞ ഒരു സമുദ്രം തന്നെ, ഒരു സാഗരം തന്നെ. അവിടുന്ന് ഏത് ഭാഗമാണെന്ന് എങ്ങനെയാ പറയേണ്ടത് നമുക്കറിയില്ല. അൽഹംദുലില്ലാഹ് ജീവിതത്തിന്റെ വലിയ സൗഭാഗ്യമായി കാണുന്നത് ഒരുപാട് വർഷം ഉസ്താദിന്റെ ശിഷ്യത്വം അത് ലഭിച്ചു എന്നുള്ളതും, അതുപോലെ ഉസ്താദുമായി കുറച്ച് അടുപ്പം ദാറുൽ സേവനത്തിലുള്ള കാലത്തും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും പിന്നീട് സേവനത്തിലുണ്ടായപ്പോഴും പിന്നീട് ദാറുൽ നിന്ന് പോയ ശേഷവും ഒക്കെ തന്നെയും ഉസ്താദുമായിട്ട് കുറച്ച് അടുത്ത ബന്ധം പുലർത്താൻ സാധിച്ചിരുന്നു എന്നത് വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടി തന്നെ ഞാനിങ്ങനെ ഓർക്കുകയാണ്. എന്താ പറയുക, ഉസ്താദിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെയുള്ള ഞാനിപ്പോ ഇങ്ങനെ ഉസ്താദിനോട് ഏറ്റവും അടുത്ത ബന്ധത്തിൽ ഓർമ്മയുള്ള ദിവസങ്ങളിൽ, ആ ഓർമ്മകളിൽ ഏറ്റവും പഴയത് എന്ന് പറയുന്നത് ദാറുൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അന്ന് ശൈഖുന ഉസ്താദും ദാറുൽ മുദരിസായിട്ട് സ്ഥിരമായി മുദരിസായിട്ട് വന്നിട്ടില്ല. ദാറുൽ പഠിക്കുന്ന സമയത്ത് ഒരിക്കൽ ദാറുൽ നിന്ന് കുട്ടികളെ ഓരോ പ്രത്യേക മുനാസബാത്ത് ഉണ്ടാകുമ്പോൾ പ്രസംഗിക്കാൻ വേണ്ടി പള്ളിയിൽ വിടും. അങ്ങനെ കാളിയാറത്ത് പള്ളിയിൽ ഒരിക്കൽ ജുമാന്റെ ശേഷം ഒരു പ്രസംഗത്തിന് ദാറുൽ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ ശൈഖുന ഉസ്താദാണ് കാളിയായി നിൽക്കുന്നത്. കാളിയാറകം പള്ളി, ഉസ്താദിന്റെ വീടിനോട് ചാരിയുള്ള പള്ളി, കാളിയാറകം പള്ളി കൊണ്ടോട്ടി. ആ കാളിയാറകം പള്ളിയിൽ ജുമാക്ക് ശേഷം അന്ന് ദാറുൽ നിന്ന് വന്ന മുത്താലിം എന്നുള്ള രീതിയിൽ എനിക്കാണ് പ്രസംഗിക്കാൻ വിനീതനാണ് അവസരം. അങ്ങനെ വയലു പറഞ്ഞ പ്രസംഗം കഴിഞ്ഞിട്ട് ഉസ്താദിന്റെ വീട്ടിൽ തന്നെ ഭക്ഷണം. അന്ന് ഉസ്താദിന്റെ കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ വാരി തരുന്ന പോലെ കറിയിൽ നിന്നൊക്കെ നേരിട്ട് കൈകൊണ്ട് തന്നെ വാരി തന്നിട്ട് അതിലൊക്കെ ഇറച്ചിന്റെ കഷ്ണവും മറ്റൊക്കെ കയ്യിൽ പോലും ഇല്ലാതെ അതിൽ കൈകൊണ്ട് അതിന് കഷ്ണങ്ങൾ എടുത്തിട്ട് എനിക്ക് ഭക്ഷണത്തിലേക്ക് ഇട്ട് തന്നത്, ഉസ്താദിന്റെ അടുത്തിരുന്ന് നമ്മളൊരു മോനെ അടുത്തിരുന്ന് ഭക്ഷണം കൊടുക്കുന്ന പോലെ, കഴിപ്പിക്കുന്ന പോലെ ഭക്ഷണം തന്നത് അല്ലെങ്കിൽ തീറ്റിച്ചത് ഒക്കെ ഇങ്ങനെ ഓർത്തെടുക്കുമ്പോ നമുക്കതാണല്ലോ വലിയ സ്റ്റേജുകളിലും മറ്റും കാണുന്നതിലേറെ നമുക്ക് ആ ഒരു ബന്ധങ്ങളെക്കാൾ നമുക്ക് ഏറ്റവും മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്ന ഓർമ്മകൾ എപ്പോഴും ഉണ്ടാവുക നമ്മളോട് വളരെ വാത്സല്യത്തോടെ, സ്നേഹത്തോടെ, ആ പിതൃസഹജമായ പിതൃതുല്യമായ സ്നേഹത്തോടു കൂടി നമുക്ക് തന്ന അവസരങ്ങളാണ്. നേരത്തെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ശൈഖുന സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് ദാറുൽ സമയത്ത് തന്നെ തുടക്കത്തിലൊക്കെ പ്രിൻസ് ബസ്സിലാ വരിക. കൊണ്ടോട്ടി രാവിലെ വെളുപ്പിന് 5 മണിക്ക് കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു ബസ്സുണ്ട് പ്രിൻസ്. അത് ദാറുൽ സബ് തുടങ്ങാനാകുമ്പോൾ, ക്ലാസ് തുടങ്ങാനാകുമ്പോഴേക്ക് ദാറുൽ എത്തിച്ചേരുക ആ ബസ്. അപ്പൊ ആ ബസ്സിൽ ഉസ്താദിന്റെ സീറ്റിന്റെ ഒക്കെ പിറകിലായിട്ട് പലപ്പോഴും നമുക്കിങ്ങനെ പോരാ, അതൊക്കെ നമ്മുടെ ഓർമ്മകളിലുള്ള ചെറിയ ചെറിയ സംഭവങ്ങളാണ്. അങ്ങനെ ഉസ്താദ് ഇങ്ങനെ ആ ബസ്സിന്റെ മുന്നിലോട്ട് ഇരിക്കുന്നത്, ആ പരിസരത്തൊക്കെ തന്നെ ഉസ്താദ് ഇരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ആ ഒരു പ്രത്യേക ബഹുമാനം, പ്രിൻസ് ബസ്സിന് തന്നെ ഒരു പ്രത്യേക ഒരു ഹൈബത്തായിരിക്കും ആ സീറ്റിലൊക്കെ. അങ്ങനെ മൂടി പുറച്ച് ഉസ്താദിന്റെ മുകളിൽ ഷാളൊക്കെ ഇട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നത് ഒക്കെ ഉള്ള മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരിക. പിന്നെ ഉസ്താദ് ദാറുൽ കാലത്ത് അതുപോലെ ഉസ്താദിന്റെ കൂടെ വേദികളിൽ പരിപാടികളിലൊക്കെ അവസരങ്ങൾ പ്രസംഗിക്കാൻ കിട്ടുമ്പോൾ അവസരങ്ങളൊക്കെ നമ്മളെല്ലാം ചിലപ്പോൾ എന്തോ ആയിപ്പോവും. ഇപ്പം കണ്ണൂര് ഇരിക്കൂർ മഖാം ഉറൂസിൽ ഒരിക്കൽ ശൈഖുന മുഖ്യ പ്രഭാഷകനാണ്, ഉസ്താദ് ഉദ്ഘാടകനൊക്കെയാണ്. ഉസ്താദിന്റെ കൂടെ ആദ്യമായിട്ട് ഞാൻ പോയിട്ടുണ്ട്, ഉസ്താദിന് ശേഷം പ്രസംഗിക്കാനുണ്ട്. അപ്പൊ നമ്മളെ പ്രസംഗിക്കാൻ വേണ്ടി ഉസ്താദ് വിളിക്കുമ്പോഴൊക്കെ നമുക്ക് നൽകുന്ന ഔസാഫുകൾ, ഉസ്താദിന്റെ ശേഷം നമ്മൾ പ്രസംഗിക്കാൻ പോകുന്നുണ്ട വിഷയം ഉസ്താദ് പറയുമ്പോൾ നമ്മൾ ആകെ ഒരുമാതിരിയായി പോകും. കാരണം സംഘാടകര് അനൗൺസ്മെന്റിൽ പറയുന്നത് പോലെയല്ല ഉസ്താദ് എന്തിനെങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ ആലോചിച്ചു. നമ്മളെ പറ്റി മദ്ഹ് ചെയ്ത് പറയുന്നത്, സ്ഥാപനത്തിന് ഉഷാറാക്കി പറയുന്നത്, അതൊക്കെ ആ ഉസ്താദിന്റെ തവാളുവിനാണ് ഞാനിപ്പോ ഉദാഹരണം പറഞ്ഞത്. അതുപോലെ നമ്മൾ വലുതാവുമല്ലോ, ഉസ്താദിന്റെ വലുപ്പത്തിന്റെ ഉദാഹരണങ്ങൾ പറയണം. ഒന്നുമല്ലാത്ത ഒരു കീടമായ ഒരു ഒന്നുമല്ലാത്തൊരു ചെറിയ ഉസ്താദിന്റെ ശിഷ്യഗണങ്ങളിൽ ഏറ്റവും വലിയവനായ നമ്മളെ പോലെയുള്ളവരൊക്കെ ഉസ്താദ് സമയമെടുത്തിട്ട് അങ്ങനെ പറയാം, നമുക്ക് സ്നേഹം തരിക. അതുപോലെ അങ്ങനത്തെ അവസരത്തിലൊക്കെ പോയാലും ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ മറ്റൊക്കെ നമ്മൾ ഉസ്താദോട് അന്വേഷിക്കും, ഭക്ഷണം കഴിച്ചില്ലെന്ന് ചോദിക്കും. അങ്ങനെയൊക്കെയുള്ള എനിക്ക് കൂടുതൽ പറയാൻ ഓർമ്മിക്കാനൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നതും അങ്ങനെ നമുക്ക് അടുത്ത് ഒപ്പം നിൽക്കാൻ കിട്ടിയ അവസരങ്ങളും സന്തോഷങ്ങളൊക്കെയാണ്. ഏതായാലും അതൊക്കെ അനിവാര്യമാണല്ലോ. മരണം ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ മരണം ഉള്ളതാണല്ലോ. ആനായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ സന്ദർഭത്തിൽ സഹാബത്തിൽ പലർക്കും എന്താ പറയാ ഒരു മനസ്സിന്റെ മനോനില തെറ്റുന്നൊരു അവസരം ഉണ്ടായി. സയ്യിദുന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പോലെയുള്ളവർക്ക് വല്ലാതെ അങ്ങ് മനോനില തെറ്റി എന്നുള്ള അവസ്ഥയിൽ വല്ലാത്ത അവസ്ഥയിലുള്ള ആരെങ്കിലും മുഹമ്മദ് വിശ്വാസങ്ങൾ മരിച്ചു എന്നാരെങ്കിലും പറഞ്ഞ് ഞാനോ ഈ വാളുകൊണ്ട് നേരാക്കുന്ന രൂപത്തിൽ വരെ പറയാൻ തുടങ്ങിയപ്പോഴാണല്ലോ ആനായ സയ്യിദുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മനസ്സുകളെ സാന്ത്വനിപ്പിച്ച് സമാധാനം കൊടുത്തുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞല്ലേ, ആലമൻകാനെ അബ്ദു മുഹമ്മദൻ ഫൈന മുഹമ്മദൻ ഖദുമാത്ത് അമൻകാനെ അബ്ദുല്ലാഹ ഫൈനല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. ആ ഒരു മരണം ഒരു അനിവാര്യതയാണ്. നമ്മൾ അതിനോട് സമരസപ്പെട്ടേ മതിയാകും. നമുക്കിനി ചെയ്യാനുള്ളത് അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. അപ്പൊ ഞാൻ സാന്ദർഭികമായി നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ലൈവിലേക്ക് നമ്മളെ ഒഴിവായത്. സാന്ദർഭികമായി എനിക്കൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഉസ്താദിന് വേണ്ടി ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ എല്ലാവരും ദുആ ചെയ്യുമ്പോൾ യാസീനും സൂറത്തുകളൊക്കെ ഓതുമ്പോൾ കഴിയുന്നവരൊക്കെ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ദിവസം സൂറത്തുൽ മുൽക്ക് കൂടെ, തബാറക സൂറത്ത് കൂടി ഒന്ന് ഓതണം എന്ന് എനിക്ക് വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക.
സൂറത്തുൽ മുൽക്ക് ആ സൂറത്തിന് വളരെ നമ്മുടെ നാട്ടിൽ എന്തോന്ന് അറിയില്ല, സൂറത്തുൽ മുൽക്കിന് വേണ്ടത്ര സാധാരണ ജനങ്ങൾ അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാത്ത പോലെ, പ്രത്യേകിച്ച് ആ സൂറത്തുൽ മുൽക്ക് ഇൻഷാ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ മുൽക്കിന് സൂറത്തുൽ മുൻജിയ മിൻ അദാബിൽ ഖബർ, അതായത് ഖബറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ സൂറത്തുൽ മുൻജിയ, രക്ഷ തരുന്ന നജാത്ത് തരുന്ന സൂറ എന്നുള്ള രീതിയിൽ തന്നെ സൂറത്തുൽ മുൽക്കിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. സൂറത്തുൽ മുൽക്ക് നമ്മളെല്ലാവരും 30 ആയത്തേ ഉള്ളൂ, വളരെ ലളിതമായി യാസീന്റെ പകുതി കാല സമയമൊക്കെ സമയം കൊടുക്കുന്നുള്ളൂ. അപ്പൊ യാസീൻ ഓതണ്ടെന്ന് ഓതുന്നത് ഒരു മോശമായിട്ടൊന്നും ഞാൻ പറയല്ല. യാസീൻ നമ്മളെല്ലാവരും ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടവരാണ്, ഓതുന്നവരാണ്. ഇത്ര പോലെ മൗത്താക്കും സൂറത്ത് യാസീൻ എന്നൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ മനസ്സിലാക്കി വരുന്നതാണ്. അപ്പൊ അത് ഓതുന്നു എല്ലാവരും. ആ ഓതുന്ന കൂടെ തന്നെ തബാറക സൂറത്ത് കൂടി, ഇന്ന് പ്രത്യേകിച്ച് ആയിരക്കണക്കായ തബാറക സൂറത്തുകൾ നമ്മുടെ നാടുകളിലും നമ്മുടെ വീടുകളിലൊക്കെ തന്നെ ഓതട്ടെ. ഉസ്താദിന്റെ റൂഹിന്റെ പേരിൽ ഹദിയാക്കട്ടെ. ഹദീസുകളിലൊക്കെ ഒരുപാട്, ഞാനിപ്പോ ഹദീസ് ഒന്നും ഓതി അല്ലെങ്കിൽ കൂടുതൽ വിശദീകരിച്ച് പറയേണ്ട സന്ദർഭമല്ല, അതിന്റെ ആവശ്യമില്ല. ഇന്നഹൽ മുൻജിയ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സൂറത്തുൽ മുൽക്കിന് ഒരു സൂറത്തിന് പേരിട്ട് എന്നാണ് സൂറത്തുൽ മുൽക്ക്. ഒരു സഹാബി, ഇങ്ങനെ ഹദീസുകളിലൊക്കെ കാണാം, ചരിത്ര സംഭവങ്ങളിലൊക്കെ ഒരു സഹാബി തവറക്കിന് വേണ്ടി മാത്രം പറയാണ്, ഒരു പ്രസംഗമായിട്ട് പറയല്ല. ഒരു സഹാബി യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ നബി തങ്ങളോട് പറഞ്ഞു, ഞാനൊരു സ്ഥലത്ത് തമ്പടിച്ച് കടന്നുറങ്ങി, അത് ഖബറാന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല, പിന്നീട് ആണ് എനിക്കത് ഖബറാന്ന് മനസ്സിലായത്. ഞാനവിടെ കിടന്നുറങ്ങുമ്പോൾ ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സൂറത്തുൽ മുൽക്ക് ഓതി കേട്ടു. ഇത് നബി തങ്ങളുടെ യാത്ര കഴിഞ്ഞ് വന്ന സഹാബി ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയോട് പറഞ്ഞത് ഇന്നഹ അൽ മുൻജിയ, അതാണ് സൂറത്തുൽ മുൽക്ക് ഓതുന്ന ഒരാളായിരുന്നു. അത് സൂറത്തുൽ മുൽക്ക് ജീവിതകാലത്ത് ഓതിയിരുന്ന ഒരു സഹാബിയാണ്, മനുഷ്യനാണ്, മുസ്ലിമാണ്. അതുകൊണ്ട് ആണ് അദ്ദേഹത്തിന് മരണാനന്തരം ഖബറിലും ആ സൂറത്തുൽ മുൽക്ക് നിങ്ങൾ ഓതിക്കേട്ടത്. ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ സൂറത്തുൽ മുൽക്കുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, തബാറക സൂറത്തുമായി. അവ കഴിയുന്നവരൊക്കെ ഇൻഷാ അല്ലാഹ് സൂറത്ത് യാസീന്റെ കൂടെ തബാറക സൂറത്ത് കൂടി ഓതിയിട്ട് ഉസ്താദിന്റെ റൂഹിന്റെ മേൽ ഹദിയ ചെയ്യണം. അല്ലാഹു തആല ഇല്ലിയീനിലേക്ക് യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി എന്ന് മലായികത്തും അല്ലാഹുവും അവന്റെ മലായികത്തും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സ്വാഗതം ഓതിക്കൊണ്ട് വരവേൽക്കുന്ന ഇല്ലിയീനിലേക്ക് വരവേൽക്കുന്ന ആത്മാവുകളുണ്ട്, സ്വാലിഹ്യങ്ങളുടെ ആത്മാവുകൾ. ആ സ്വാലിഹ്യങ്ങളുടെ ആത്മാവുകളുടെ കൂട്ടത്തിൽ ഒന്നിനായ ശൈഖുനായുടെ റൂഹ് ഉണ്ടാകുമെന്ന് ഉറച്ച പ്രതീക്ഷ നമുക്കുണ്ട്. അങ്ങനെയുള്ള പ്രാർത്ഥന നമുക്കുണ്ട്. അല്ലാഹു തആല കബൂലാക്കട്ടെ. ആ ഇല്ലിയീനിലേക്ക് റാദിയും മർദിയുമായി അള്ളാഹുവിലേക്ക് മഖ്ബൂലായ റൂഹുകളായി ഉയർന്നു പോകുന്നതിൽ അള്ളാഹു നമ്മുടെ ഒന്നിനായ ശൈഖുനായുടെ റൂഹിനെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അതിന്റെ തെളിവുകളാണല്ലോ ഈ കാണുന്നത്. എത്ര ലക്ഷങ്ങൾ മഹാനായ ഗണ്ണിയത്ത് ഉസ്താദിന്റെ ജനാസ നിസ്കാരത്തിന് വേണ്ടി തടിച്ചുകൂടിയ ലക്ഷങ്ങളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതും ആലിമീങ്ങളും മുത്താലിമീങ്ങളും സാദാത്യങ്ങളും സാധാരണക്കാരുമായിട്ടുള്ള എത്രയോ ആളുകൾ, 40 ആൾ കൂടുന്നിടത്ത് തന്നെ ആരിഫീങ്ങൾ ഔലിയാക്കന്മാരുണ്ടാവും എന്നുള്ളതാണല്ലോ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. മഹാന്മാർ പറയുന്നത് 40 അല്ല, 400 അല്ല, 4000 അല്ല, 40,000 അല്ല, അമ്മാതിരി ആളുകൾ തടിച്ചു കൂടുന്ന സന്ദർഭങ്ങളാണ്, സമയങ്ങളാണ്. അവിടങ്ങളിലൊക്കെ മുസ്തജാബുദ്ദുആയ ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെയൊക്കെ ദുആ കിട്ടുക എന്നുള്ളത് വലിയ സന്ദർഭമാണ്, വലിയൊരു വിജയമാണ്. ഹദീസിൽ കാണാം, അല്ലാഹു തആല ഇദാ ഹബ്ബല്ലാഹു അബ്ദൻ, അല്ലാഹു തആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു തആല ജിബ്രീലിനെ വിളിച്ചുകൊണ്ട് പറയും, യാ ജിബ്രീൽ ഇന്നി ഉഹിബ്ബു ഫുലാന ഫഹിബ്ബ, അല്ലയോ ജിബ്രീൽ, ഞാൻ ഇന്നാലിന്ന അബ്ദനെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ ഇഷ്ടപ്പെടണം. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ബാക്കിയുള്ള മലായികത്തിനോട് വിളിച്ചു പറയും, അവരെന്നാണ് ഇഷ്ടപ്പെടണം. അങ്ങനെ ആകാശ ലോകത്ത് അല്ലാഹു തആലാന്റെ ആ ഒരടിമക്ക് ഒരു ഹുബ്ബ് എല്ലാ മലായികത്തും ജിബ്രീൽ അലൈഹിസ്സലാമും മറ്റു മലക്കുകളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഖബൂൽ ഫിൽ അർദ്, ഭൂമിയിൽ ആ മനുഷ്യന് ഒരു സ്വീകാര്യത അല്ലാഹു തആല കൊടുക്കും എന്നാണ്. മഹാനായ ശൈഖുനാ ജംഷീദി ഉസ്താദിന് കൊടുത്ത സ്വീകാര്യത നമ്മളെല്ലാവരും അറിയുന്നത്, ചെറിയവരും വലിയവരും ശത്രുക്കൾക്ക് വരെ ഒരു എതിരഭിപ്രായമല്ല. ഞാനിപ്പോ അങ്ങോട്ട് സാന്ദർഭികമായിട്ട് പറയാം, ഞാൻ കൊണ്ടോട്ടി അടുത്തുനിന്നുള്ള ഒരാള്, എന്റെ അനുജൻ, പിന്നെ നാട്ടിലുള്ള ഉദവി അല്ലാത്തൊരു അനുജൻ, അവൻ നാട്ടിൽ നിന്ന് അവന്റെ ഒരു സുഹൃത്ത്, അങ്ങനെ ഒരു വിഭാഗത്തിന്റെ ഒരു സജീവ പ്രവർത്തകനാണ് കൊണ്ടോട്ടി പരിസരത്തുള്ള. അപ്പൊ അദ്ദേഹം ഒരിക്കൽ പറയാം, സംഗതി എന്തെന്നെ പറഞ്ഞാലും ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അത് ചെറുശ്ശേരി ഉസ്താദിനെ ഞങ്ങൾ സംബന്ധിച്ചു, അതിന്റെ ആ വലിപ്പത്തിന്റെ താഴെയുള്ള ലോകത്ത് വേറൊരാളും അത് സത്യമാണ്. ഉസ്താദിന് അടുത്തറിയുന്ന ആൾക്കാർ വിവരം കമ്മി, അന്തം കമ്മികളായ വിവര ദോഷികളായ ആൾക്കാരാണ് ഉസ്താദിന്റെ കള്ളിത്തുണി അല്ലെങ്കിൽ പിന്നെ തവാദുള്ള വേഷവിധാനങ്ങളെയൊക്കെ പരിഹസിക്കുക, കളിയാക്കുക, അങ്ങാടി പോയി മീൻ വാങ്ങുന്നതിനെ പരിഹസിക്കുകയൊക്കെ ചെയ്യുക. വിവരവും തന്റെ ഇടവും പക്വതയുള്ള ആൾക്കാർ മുഴുവനും അതൊരു മഹത്വമായിട്ടാണ് കാണാം. അതൊരു മഹത്വമാണ്, തവാദുവാണ്. അതുപോലെ ആ കനമില്ലായ്മയാണ്. എപ്പോഴും നമ്മളെ മഹാനായ കാളമ്പാടി ഉസ്താദിനെ പറ്റി പറയാറുള്ള പോലെ തന്നെ ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന ആണല്ലോ. എപ്പോഴും അവരൊരു അഹങ്കാരം, അവരുടെ ഒരു തബഖ്തൂർ അവരുടെ നടത്തത്തിലോ ഇരുത്തത്തിലോ സംസാരത്തിലോ പ്രസംഗത്തിലോ കേൾക്കൂല. പിന്നെ പണ്ഡിതോചിതമായ സംസാരം. ഉദാഹരണമായി ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ചെമ്മാട് ശൈഖുനാ ഉസ്താദ് മുദരിസാണ്, ചെറുപ്പത്തി 80, 87, 90 തുടക്കത്തിൽ. അന്ന് ശൈഖുനാ അങ്ങനെ സമസ്തയുടെ സെക്രട്ടറി പത്തൊക്കെ വരുന്നതിന് മുമ്പുള്ളതാണ് ഈ പറയുന്നത്. ചെമ്മാട് മുദരിസായിരിക്കുമ്പോൾ ദാറുൽ നിന്ന് ചെമ്മാട് ഖിദ്മത്തുൽ ഇസ്ലാം മദ്രസന്റെ നബിദിന സമ്മേളനത്തിൽ ഞങ്ങളെ വരിയായിട്ട് ദാറുൽ കുട്ടികളെ കൊണ്ടുപോകും. 2-3 ബാച്ചുകൾക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. ആ സന്ദർഭത്തിലെ ശൈഖുനാന്റെ പ്രസംഗം, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്ന ആ ഒരു പ്രസംഗം ഒരു ക്ലാസിക് പ്രസംഗമായിരിക്കും. അതുപോലെ ഉസ്താദിന്റെ പ്രസംഗം കേട്ടിരിക്കുന്നവർക്കൊക്കെ പഠിക്കാനുള്ളതിൽ ഒരുപാടുണ്ടാവും. ശരിക്കും ജനങ്ങൾക്കൊരു താലീമാണത്.
വെറുതെ എന്തെങ്കിലും അവിടെ ഇവിടെ ഇങ്ങനെ ഇറക്കി തെച്ച പദങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ സുന്ദരമായ കുറച്ച് വാക്കുധോരണികൾ പറഞ്ഞ് കസർത്തി പോകുന്നുള്ളതല്ല. കൃത്യമായും ജനങ്ങൾക്ക് അറിവ് കൊടുക്കുന്ന, ജനങ്ങളെ താലീമാക്കുന്ന, വിവരമുള്ളവരാക്കുന്ന ഒരു പ്രസംഗമായിരിക്കും ഉസ്താദിന്റെ ഭാഗം. ഏതായാലും ഉസ്താദിന്റെ ഇൽമ. അതുപോലെ ഉസ്താദിന്റെ ക്ലാസ്സിലിരിക്കുമ്പോഴാണ് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാകുക. കടുകട്ടിയായ അല്ലെങ്കിൽ അടിച്ചാ പൊട്ടാത്ത കർമ്മശാസ്ത്ര വിധികൾ പോലും എത്ര ലളിതമായി, എത്ര മനോഹരമായി, എത്ര സുന്ദരമായിട്ട് ക്ലാസ്സിൽ ഫറായിലിന്റെ വിഷയങ്ങളാവട്ടെ, അതുമായി തലാഖിന്റെ വിഷയങ്ങളാവട്ടെ, നിക്കാഹിന്റെ മസലകളാവട്ടെ, പിന്നെ ഞങ്ങൾക്കൊക്കെ വലിയ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് പലരും. അത് ഉസ്താദിലെ ഫത്വകൾ, അതായത് ഓരോരോ വിഷയത്തിൽ വിവാദ വിഷയങ്ങളിൽ ഉസ്താദ് ഉദാഹരണങ്ങൾ പറയും. ഇപ്പൊ ക്ലാസ്സിലൊക്കെ ഒരു 5 മിനിറ്റ് വൈകിട്ട്, കാരണം ഫത്വക്കൊക്കെ ചോദിച്ചു വരുന്ന ആൾക്കാർ ചിലപ്പം അവരുടെ കാര്യങ്ങളൊക്കെ, അവർക്ക് സംശയങ്ങളൊക്കെ തീർത്തു കൊടുത്തു പോകുമ്പോഴേക്ക് ചിലപ്പോൾ അരമണിക്കൂർ, കാമണിക്കൂർ, 10 മിനിറ്റ് ക്ലാസ്സിലേക്ക് വൈകി വന്നാൽ ഞങ്ങൾ ചോദിക്കും ഉസ്താദിന്റെ അനുഭവം. അത് ഞങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഒരുപാട് കിതാബോധ്യത്തിന്റെ ഫലമായിരിക്കും. കാരണം സാധാരണ ഒരുപാട് പ്രാദേശികമായിട്ടുള്ള പണ്ഡിതന്മാർക്കോ പ്രാദേശിക ലെവലുകളിലൊന്നും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ചെമ്മാട്ടിക്ക് ബസ് തരാം, കൊണ്ടോട്ടിക്ക് ബസ് തരാന്ന് പറയാം. എന്റെ പ്രയോഗം തന്നെ അങ്ങനെയാണ്. കൊണ്ടോട്ടിക്കൊന്ന് ബസ് തരാം, ചെമ്മാട്ടിക്കൊന്ന് ബസ് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർ, അത് ഉസ്താദിനടുത്തേക്ക് ഫത്വ ചോദിക്കാൻ വരുന്ന ആൾക്കാരിൽ സാധാരണക്കാരല്ല, ആ പ്രദേശത്ത് മുദരിസും ഉണ്ടാവും. കാരണം ആ മുദരിസ് ഒരുപാട് ശ്രമിക്കാൻ, ഉദാഹരണം പറയുകയാണ്, ഒരു പ്രത്യേക ഒരു പ്രദേശത്തല്ല പറഞ്ഞ്, അവരെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാതെ ആകുമ്പോഴാണ് ഇങ്ങോട്ട് ഉസ്താദിനടുത്തേക്ക് വരിക. അപ്പൊ ഒരു മഷാക്കിൽ മുഴവയില എന്ന് പറയുന്ന പോലെ ബാക്കിയുള്ളവരെയൊക്കെ അശക്തരാക്കുന്ന വിധത്തിലുള്ള മസലകളും പ്രശ്നങ്ങളും മുഷ്കിലും ഉണ്ടാകുമ്പോൾ ഹല്ല് ചെയ്യാനാണ് കൊണ്ടോട്ടിക്ക് വരിക. മഹാനായ കണ്ണിയത്ത് ഉസ്താദുള്ള കാലത്ത് തന്നെ ഏതെങ്കിലും പരിപാടി ഉസ്താദ് പറയാറുണ്ട് ക്ലാസ്സുകളിലൊക്കെ, ജോഷി ഉസ്താദ് കണ്ണിയത്ത് ഉസ്താദ് പോകുമ്പോൾ കൊണ്ടോട്ടി കോടങ്ങാടി പള്ളി, ഇന്ന് കൊണ്ടോട്ടി കോടങ്ങാട് പള്ളിയിൽ ഉസ്താദ് മുദരിസാകുമ്പോൾ 18 വയസ്സ് പ്രായമുള്ളത്. അത് ഉസ്താദിന് ശരിക്കും താടിമീശ പോലും വളർന്നിട്ടില്ല. പിന്നെ വലിയ നീളമുള്ള ആകാരമുള്ള ആളുകളല്ലോ, കാഴ്ചയിലും ഒരു ചെറുപ്പം എന്ന് പറഞ്ഞാൽ വലിയ ഒരു നീണ്ട ആളല്ല, ചെറിയൊരു കുറിയ മനുഷ്യൻ. അത് വലിയ താടിമീശും വന്നിട്ടില്ലെങ്കിൽ, അതുപോലെ ആ തടിയും വണ്ണമൊന്നും അതും ഇല്ലെങ്കിൽ വളരെ ചെറുപ്പക്കാരനായിട്ടൊരു കുട്ടിയാണ്. അതുകൊണ്ട് കോടങ്ങാട് മുദരിസായി സേവനം അനുഷ്ഠിക്കാൻ തുടങ്ങുമ്പോൾ, ചാർജ് എടുക്കുമ്പോൾ നാട്ടിലെ ചില കാരണന്മാരൊക്കെ എന്തിനാ ഈ കുട്ടിനെ മുദരിസാക്കി എന്നൊക്കെ അഭിപ്രായപ്പെട്ടിരുന്നല്ലോ. പക്ഷെ കുറഞ്ഞ മാസങ്ങൾക്കകം കൊല്ലങ്ങൾക്കകം തന്നെ എന്താണ് ഉസ്താദ്, ആ ഇൽമെന്ത്, അവരുടെ അവഗാഹം എന്തെന്ന് ജനങ്ങൾക്ക് അനുഭവത്തിൽ ബുദ്ധിയാവുകയാണ്. അങ്ങനെ 18 വർഷം അവിടെ മുദരിസായ ശേഷം പിന്നെ ജമ്മാട് വന്ന് 18, അങ്ങനെയാണ് 18ാമത്തെ വയസ്സിലാണ് മുദരിസായി എന്നതിന്റെ ഓർമ്മ. 18ാമത്തെ വയസ്സിൽ കോടങ്ങാട് മുദരിസായി, 18 വർഷം അവിടെ, 36 വയസ്സ് വരെ കൊണ്ടോട്ടി കോടങ്ങാട് മുദരിസ്. അത് കഴിഞ്ഞ് പിന്നെ 18 കൊല്ലം ചമ്മാട്, അങ്ങനെ പിന്നെ ദാർഹുദയിൽ 22 കൊല്ലം. ഇങ്ങനെയൊക്കെയാണ് ഉസ്താദിന്റെ ജീവിതം മുഴുവനും ഇൽമിന്റെ യാത്രയിലാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് കണ്ണിയത്ത് ഉസ്താദുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ, അതിപ്പോ ഇങ്ങനെ പറയാൻ പറ്റും, 1-2 സംഭവമല്ല. കണ്ണിയത്ത് ഉസ്താദുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ ഒരുപാടെണ്ണം ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരും ക്ലാസ്സിൽ. കണ്ണിയത്ത് ഉസ്താദ് ഇങ്ങനെ പോകുന്ന സമയത്ത് ജയന്തി മുസ്ലിയാർ എന്ന് പറഞ്ഞിട്ട് പള്ളി കോടങ്ങാട് പള്ളിയിൽ വരും, എന്നിട്ട് അവിടെ അങ്ങോട്ട് കിടക്കും, എന്നിട്ട് ചോദിച്ചോളി എന്ന് പറയും, ചോദ്യങ്ങൾ ചോദിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. നല്ല ഒരു എൽമിയായ ബഹ്സായിരിക്കും യാത്രകളിലൊക്കെയാണ്. കണ്ണിയത്ത് ഉസ്താദൊക്കെ അങ്ങ് ചെറുപ്പത്തിൽ തന്നെ ഉസ്താദിന്റെ ചെറുശ്ശേരി ഉസ്താദിന് ഷെയ്ഖുനായുടെ ഇൽമ്, അതുപോലെ അവഗാഹം, ഫിഖഹിലുള്ള തമക്കുൻ, അതുപോലെ ഇൽമിലുള്ള തവഹുർ, അത് അറിഞ്ഞ് അംഗീകരിച്ച് ആദരിച്ച് അങ്ങനെയുള്ള മഹാന്മാര്. ലാ ആരിഫുൽ വലിയ ഇല്ലൽ വലിയ എന്ന് പറയുമ്പോൾ ഔലിയാക്കന്മാർക്കേ ഔലിയാക്കന്മാർ അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ആലിമീങ്ങൾക്ക് യഥാർത്ഥ ഫഖീഹിനെ അറിയുള്ളൂ. അപ്പൊ കർമ്മശാസ്ത്രത്തിന്റെ ആഴമറിഞ്ഞ മർമ്മമറിഞ്ഞൊരു പണ്ഡിതെന്ന് വെറുതെ പറയല്ല ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ആ തറവാടും അങ്ങനെയാണല്ലോ, വിത്തുഗുണം 10 ഗുണം എന്ന് പറഞ്ഞ പോലെ. ചെറുശ്ശേരി കാളിയാരകം കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ജനിച്ചൊരു വിത്ത് പിന്നെ അങ്ങനെയാണല്ലോ. അപ്പം എല്ലാ നിലയിലും നമുക്ക് അങ്ങേയറ്റം വലിയ ഒരു മഹത്വമേറിയ ഒരു പ്രമുഖ സ്ഥാനീയരായ ഒരു പണ്ഡിതരുടെ ശ്രേഷ്ഠരായിരുന്നു ചെറുശ്ശേരി ഉസ്താദ്. അവരുടെ നിര്യാണം, വഫാത്ത് ഒരു അനിവാര്യതയാണ്. മരിച്ചവർക്ക്, ജനിച്ചവർക്കൊക്കെ ഒരു മരണം. നമ്മൾ അതിൽ ക്ഷമിക്കാൻ അദ്ദേഹത്തിന്, അവരുടെ കുടുംബത്തിനും മക്കൾക്കും, അതുപോലെ അവരുടെ ആത്മീയ മക്കളായ അവിടുത്തെ ശിഷ്യഗണങ്ങൾക്കും നമുക്കൊക്കെ അതിനുള്ള സബറും സുൽവാനും അല്ലാഹു തആല നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഉസ്താദുമാരൊക്കെ ദുആ ചെയ്ത് കേട്ട പോലെ തന്നെ ഖൈർ സലഫിന് പകരം ഖൈർ ഖലഫിനെ അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ ലാ തഹരിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു واغفر لنا وله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وشكرا لكم وجزاكم الله خيرا والسلام عليكم ورحمة الله. السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. عباد الله أوصيكم وإياي بتقوى الله. സഹോദരിമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഇനി ആരെങ്കിലും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് റൈസ് ഹാൻഡ് ചെയ്ത് നിൽക്കണം. ഞാൻ നേരത്തെ കുട്ടികൾ ദേവി റൈസ് ഹാൻഡ് ചെയ്തപ്പോൾ ഞാനത് ലൈവ് കൊടുക്കുന്ന ആളാണെന്ന് കരുതിയിട്ടാണ്. ഈ ഐഡി ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബഹുമാനപ്പെട്ട കുട്ടി ദേവി പറഞ്ഞ പോലെ ചെറുശ്ശേരിന്റെ സംസാരം പ്രസംഗം അങ്ങനെ അലക്കി തേച്ച് മിനിക്കിയ കുറെ പിന്നെ കടിച്ചപ്പൊട്ടാത്ത വാക്കുകൾ കൊണ്ടുള്ള ഒരു വാക്ക് കർസർത്തലായിരുന്നില്ല. അദ്ദേഹം എപ്പോ എന്ത് പറഞ്ഞാലും അതിന്റെ ആദ്യം മുതൽ അവസാനം വരേക്കും നമുക്കൊക്കെ പഠിക്കേണ്ടുന്ന വിഷയങ്ങളായിരിക്കും.
പിന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗം, അദ്ദേഹത്തിന്റെ സംസാരം എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദിന്റെ സംസാരത്തിന്റെ ശൈലിയാണ്. കോട്ടുമൽ ഉസ്താദ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഇപ്പോഴത്തെ ബാപ്പുംസയുടെ ബാപ്പ കോട്ടുമൽ ഉസ്താദ് പറഞ്ഞ ഞങ്ങളുടെ ഉസ്താദായ കോട്ടുമൽ ഉസ്താദ് ഉണ്ടല്ലോ, ആ ഉസ്താദിന്റെ ആ സംസാരം. കോട്ടുമൽ ഉസ്താദ് ക്ലാസ് എടുക്കലാവട്ടെ പ്രസംഗലാവട്ടെ അദ്ദേഹം പിന്നെ ആ നാടൻ ശൈലി ഉണ്ടല്ലോ, അതാണ്. യാ ആയിഷത്തു ഇജ്ലിസി, ആയിഷ അവിടെ കുത്തിയിരുന്നോ എന്നാണ് കൊതുമസാദിന്റെ അർത്ഥം. അല്ലെ, എന്താ അതാണ് ശരിക്കുള്ള അർത്ഥം. യാ ആയിഷത്തു, ആയിഷ ഇജ്ലിസി അവിടെ കുത്തിയിരുന്നോ, അതാണ് ശരിക്കുള്ള അർത്ഥം. ഒരിക്കൽ ഒരു ഹദീസിൽ നിൽക്കുന്നത് കൃത്യമായിട്ട് അറിയില്ല, ഇപ്പൊ ഓർമ്മയില്ല. യഖുബിഹി മംവരിഹാന്ന് എന്തൊരു വാക്ക് വന്നു, യഖുബിഹി മംവരിഹ. അപ്പൊ ഞങ്ങൾ ആ പദം എത്തുന്നതിന്റെ മുമ്പായിട്ട് എന്താ ഇവിടെ ഉസ്താദ് അർത്ഥം വെക്കാൻ നമുക്കൊന്ന് നോക്കാന്ന് അറിഞ്ഞ് ഞാനും എന്റെ അടുത്തിരിക്കുന്ന ഒരാളോട് ഇങ്ങനെ അപ്പൊ തന്നെ ഉസ്താദ് ഓളെ കാണാൻ ചെയ്യലില്ലാഞ്ഞിട്ട്, എന്റെ അർത്ഥാണത്, ഓളെ കാണാൻ ചെയ്യലില്ലാഞ്ഞിട്ട്. അതാണല്ലേ എത്ര കറക്റ്റാണ് ആ അർത്ഥം. നേരത്തെ ഓളെ നോക്കും സ്ഥാനം ഇടക്കത്തരമായതിന് വേണ്ടി ഇപ്പൊ ഈ ആശയം കിട്ടൂല്ലോ. സാധാരണ അങ്ങനെയൊക്കെ ലഹുബിഹക്ക് സാധാരണ അർത്ഥം വെക്കല്ലേ, നോക്കും സ്ഥാനം ഇടക്കത്തരമായതിന് വേണ്ടി. അപ്പൊ അല്ല, ഓളെ കാണാൻ ചെയ്യലില്ല, അതാണ് എന്റെ കറക്റ്റ് അർത്ഥം അതാണ്. ഇതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ചെറുഷൈ ഉസ്താദിന്റെ ഞാനൊരിക്കലും ചിന്തിക്കാണ്, ഇവിടെ ഈ റൂമിൽ ഇരുന്നോണ്ട് നമ്മൾ ലൈവായിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുകയാണ്. എവിടെ നടത്തിയ പ്രസംഗം എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന, അവിടെ ചെറുഷൈ ഉസ്താദ് അർത്ഥം വെക്കുക. ഫമൻ സുഹ്സിഹ അനിൻ നാരി, നരകത്തിൽ നിന്ന് ആരെങ്കിലും കഴിച്ചിലായി കിട്ടി, ഉദ്ഖിലൽ ജന്ന സ്വർഗത്തിൽ കടന്നു കിട്ടും ചെയ്ത്, ഫഖദ് ഫാസ്, വല്ലാത്തൊരു വിജയം തന്നെയാണ് അത്. ഇതാണ് അല്ലെ പിന്നെ ചെറുസൈസിന്റെ അർത്ഥമാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി, നരകത്തിനാണ് കഴിച്ചിലായി കിട്ടിയെന്ന് അതതിന്റെ അർത്ഥം. ഉദ്ഖിലൽ ജന്ന സ്വർഗത്തിൽ കടന്നിട്ടും ചെയ്ത്, ഫഖദ് ഫാസ്, അത് വല്ലാത്തൊരു കിട്ടലെന്നെ. ഈ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഈ, അതായത് ആശയം ശരിക്കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ശ്രോതാക്കൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ക്രമത്തിലാണ് മനസ്സിലാക്കി കൊടുക്കുക, അതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരിക്കൽ ഒരു പ്രസംഗം, ഈമാൻ 5 തരാണ്. എന്നിട്ട് ഈമാൻ മഖബൂല്, ഈമാൻ മഅസൂമ്, മഹ്ഫൂള്, അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ പിന്നെ മർഫൂള്, ഇങ്ങനെ കുറെ പിന്നെ ആ ഈമാന്റെ ഓരോ വിഭാഗത്തിന്റെയും ഈമാൻ, അമ്പിയാക്കളുടെ ഈമാൻ, ഔലിയാക്കളുടെ ഈമാൻ, പിന്നെ അതുപോലെ തന്നെ സാധാരണക്കാരുടെ ഈമാൻ, മുനാഫിഖിന്റെ ഈമാൻ, ഇങ്ങനെ ഓരോ ഈമാനെ കുറിച്ചും അദ്ദേഹം ഇങ്ങനെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ആ പ്രസംഗം, അതൊക്കെ വല്ലാത്തൊരു രസകരമായ പ്രസംഗം തന്നെയായിരുന്നു. ഏതായാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയ ഒരു വലിയ ഫضل എന്ന് പറഞ്ഞാൽ, ഞാനങ്ങനെ പേടിച്ചൊരവസ്ഥ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ഏകദേശം ഒരു മാസത്തിലധികമായിട്ടുണ്ടാവുന്ന തോന്നുന്നത്. പിന്നെ ആശുപത്രിയിൽ എടുക്കാൻ തുടങ്ങിയിട്ട് അതിന്റെ ഇടയിൽ ഏറിയും കുറഞ്ഞുകൊണ്ടൊക്കെ ചില സമയത്ത് ഇപ്പൊ കുറച്ച് കൂടുതലാന്നുള്ള വാർത്ത കേൾക്കും, ഇപ്പൊ കുറച്ചൊരു കുറവുണ്ടെന്ന് വാർത്ത കേൾക്കും. എന്നാൽ ആ സമ്മേളനത്തിന്റെ അടുത്ത ദിവസം വെച്ചുകൊണ്ടോ അങ്ങനെ സമ്മേളനം തുടങ്ങിയ ശേഷമോ എന്തോ ഒരിക്കൽ കുറച്ച് കൂടുതലാണുള്ളൊരു വാർത്ത കേട്ടപ്പോഴൊക്കെ വല്ലാത്തൊരു വിഷമം. പക്ഷെ അതേ സമയത്ത് സമ്മേളനത്തിന്റെ ആ ഭംഗിയായ രീതിയിലുള്ള പര്യവസാനം ഉണ്ടല്ലോ, അതിനൊന്നും ഒരിക്കലും വിഘാതമാവാത്ത രീതിയിൽ തന്നെ അതൊക്കെ സമ്മേളനം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ ഭംഗിയായ രീതിയിൽ വളരെ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ വക നൽകുന്ന രീതിയിൽ അല്ലാഹു തആല സമ്മേളനം പൂർത്തീകരിച്ചു തന്നു. അത് കഴിഞ്ഞ് അതിന്റെ പ്രവർത്തകരൊക്കെ ഒന്ന് വിശ്രമിച്ച് അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ വഫാത്ത് ഉണ്ടായത്. ഏതായാലും വലിയ ഒരു നഷ്ടം തന്നെയാണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. മൗത്തുൽ ആലമാണല്ലോ, ലോകത്തിന്റെ തന്നെ മരണമാണ് ആലിമീങ്ങളുടെ മരണം. അത് നമ്മൾ കഴിഞ്ഞു പോയ ഓരോ കാലഘട്ടത്തിലെയും നമുക്കുണ്ടായ ആളുകളുടെ സ്ഥാനത്ത് പിന്നെ വരുന്നത് അല്ലാഹു തആല കാര്യങ്ങൾ പരിഹരിച്ചു തരുന്നു. പക്ഷെ അത് ഒരിക്കലും പിന്നെ സുമ്മല്ലദീന യലൂനഹും ഉണ്ടല്ലോ, അതിൽ ആദ്യത്തെ ആ വിഭാഗത്തിന്റെ അത്ര പിന്നെ മേലെ നിൽക്കുന്നവരാവുകയില്ല, പിന്നീട് വരുന്നവർ അങ്ങനെ കൂടുതലും ഉണ്ടാവുക. അങ്ങനെയാണ്. അതിന് ചിലപ്പോഴൊക്കെ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു കുറവും വരുത്താത്ത രീതിയിൽ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ ആ വിടവ് പൂർണ്ണമായും നികത്തുന്ന രീതിയിലുള്ള നല്ലൊരു ഖലഫിനെ നമുക്ക് അല്ലാഹു നൽകട്ടെ. പിന്നെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. നമ്മുടെ
ഈ പ്രശ്നങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഹരിക്കുന്ന രീതിയിലുള്ള നല്ലൊരു പിൻഗാമി അള്ളാഹു തആല നമുക്ക് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് നമുക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ബഹുമാനപ്പെട്ട സമസ്തയുടെ ചരിത്രം അങ്ങനെയാണ്. അതൊരു മുബാറക്കായ സംഘടനയാണ്. അത് സത്യത്തിൽ സമസ്ത സംഘടന എല്ലാം ചില ആളുകളൊക്കെ പറയാറുണ്ടല്ലോ അല്ലേ. സമസ്ത സംഘടന അല്ല, അതൊരു ആശയമാണത്. അതൊരു ആശയമാണ്. സമസ്തന്റെ എതിരാളികൾ പോലും സമസ്തക്കാരായിരിക്കും. സമസ്തനെ എതിർക്കുന്നവർക്ക് പോലും സമസ്തയോട് കടപ്പാടുണ്ടാവും. അങ്ങനെയാണല്ലോ. അങ്ങനെയുണ്ട്. സമസ്തയെ എതിർക്കുന്ന ആളുകളും സമസ്തയെ സഹായിക്കേണ്ടി വരും. അങ്ങനെയാണ് അതിന്റെ ഏതെങ്കിലും ഒരു നിലക്ക്. ചിലപ്പോൾ സമസ്തനെ എതിർക്കുന്ന ആള് രക്ഷിതാവായിരിക്കും. അയാളെ കുട്ടികളൊക്കെ സമസ്തനെ മനസ്സിലേക്കാരം പഠിക്കുക. അങ്ങനെ ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും ഒരു കടപ്പാട് സമസ്തയോട്, സമസ്തയെ സ്നേഹിക്കുന്നവർക്കും സമസ്തയെ എതിർക്കുന്നവർക്കും ഒക്കെ ഉണ്ടാകും. അപ്പൊ ഏതായാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്തയുടെ ഇസ്സത്ത്, അതിന്റെ അന്തസ്സ്, അതിനെ ഉയർത്തിപ്പിടിക്കാൻ ഏറ്റവും അനുയോജ്യനായ നല്ല തഖ്വയും നല്ല ഇൽമും നല്ല പക്വതയും എല്ലാം ഉള്ള അതിന് ഏറ്റവും അനുയോജ്യനായ ഒരാളെ അള്ളാഹു നൽകിക്കൊണ്ട് നമ്മെ അള്ളാഹു സമാധാനിപ്പിക്കട്ടെ, സന്തോഷിപ്പിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പിന്നെ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് 18 വയസ്സിലാണ് ഞാനും എന്റെ പ്രിയപ്പെട്ട പിതാവും ഞങ്ങളൊക്കെ പാടെ സ്ഥലത്ത് ഒരിക്കൽ യാത്ര പോവാണ്. പഠിത്താണ്, അധികമില്ല, ആയിട്ട് 1-2 കൊല്ലം മുമ്പാണ്. അപ്പൊ ഒരു വിഷയം വേറൊരാള് നമ്മുടെ വിഭാഗത്തിൽപ്പെട്ടല്ല, മറുവിഭാഗത്തിൽപ്പെട്ട ഒരാളെ സംബന്ധിച്ച് വേറെ ആരും എന്തോ പറഞ്ഞു. അപ്പൊ അയാൾക്ക് തഹസീലൊന്നുമില്ല, അദ്ദേഹം വലിയ മുലിയറൊന്നല്ല, വലിയ തഹസീലുള്ള ആളൊന്നുമില്ല, നല്ല പ്രവർത്തകനാണ്, ആ നിലക്ക് വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ തഹസീൽ, അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ചെറുശ്ശേരി ഉസ്താദിന് തഹസീലില്ലല്ലോ പറഞ്ഞു. അപ്പൊ അതിനെപ്പം എന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ചെറുശ്ശേരി അത് ആലിമാണല്ലോ പറഞ്ഞു ഇപ്പൊ എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു അതങ്ങനെ തന്നെയാണ് പറഞ്ഞേ. അപ്പൊ അതാണ് ചെറുശ്ശേരി ഉസ്താദ് തഹസീലിന്റെ വിഷയമല്ലുള്ളത്. വലിയൊരു അദ്ദേഹത്തിന് പോകാൻ സാധിച്ചില്ല, മറ്റെന്തോ സാഹചര്യത്തിന്റെ എന്തോ പ്രശ്നം കാരണം വെല്ലൂർക്ക് പോകാൻ സാധിച്ചില്ല. പക്ഷേ വെല്ലൂരിൽ മറ്റൊക്കെ തഹസീലായി വന്ന ധാരാളം ആളുകൾ അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് ഫിഖ്ഹിലെയും മറ്റ് ഫന്നുകളിലെയും കെട്ടിക്കൊടുക്കുള്ള മസലകളും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോയിരുന്നു എന്നാണ്. ചെറുശ്ശേരി സാഹിബിനെന്നില്ല, അദ്ദേഹം 18 വയസ്സിൽ തന്നെ മുദരീസായി. 18 വയസ്സിൽ മുദരീസായി. അങ്ങനെ ആ ദർസീ രംഗത്ത് അദ്ദേഹം വളരെയധികം ശോഭിച്ചു. വളരെ ഉന്നതനായ കേരളക്കരയിലെ അക്കാലത്തുള്ള ഏറ്റവും പ്രഗത്ഭരായ മുദരിസുമാരുടെ കൂട്ടത്തിൽ അദ്ദേഹം ഉൾപ്പെട്ടു. 18 വർഷം അവിടെ മുദരിസായി. അത് 18 36 ആയില്ലേ? 36 അങ്ങനെ തന്നെ അല്ലേ? സ്വന്തം നാട്ടിലും 18 കൊല്ലം ദർസ് നടത്തി. പിന്നെ 18 കൊല്ലം ചെമ്മാട് മുദരിസായി. അതിനുശേഷം ദാറുഹുദയിലും. അപ്പോ 18 വയസ്സ് മുതൽ ഈ ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുപോയ അന്ന് വരേക്കും അദ്ദേഹം മുദരിസാണ്. അന്ന് വരേക്കും അദ്ദേഹം ദർസ് നടത്തുന്ന ആളാണ്. ഞാന് പിന്നെ ബഹുമാനപ്പെട്ടവരോട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ അടുത്ത സ്നേഹിതം എന്നുള്ളത് വല്ലാത്തൊരു ബന്ധമാണ്. അങ്ങനെ വേണല്ലോ നമ്മുടെ മാതാപിതാക്കളോട് ബന്ധപ്പെട്ടവര്, നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹിതകളൊക്കെ അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതുണ്ടല്ലോ. അത് ബിറുൽ വാലിദൈനിൽപ്പെട്ടതാണത്. ആ നിലക്ക് അദ്ദേഹത്തോടുള്ള കടപ്പാടിന് പുറമെ അദ്ദേഹം എന്റെ അഞ്ചന്റെ ഉസ്താദാണ്. അഞ്ചൻ നാസർ ബൈസിയുടെ എന്റെ 3 മക്കളുടെയും ഉസ്താദുമാണ്. അപ്പൊ അദ്ദേഹത്തോടുള്ള കടപ്പാട് ചെറുതല്ല, എന്റെ 3 മക്കളുടെ ഉസ്താദ് ആണ്. എന്റെ മൂത്ത മകനും അദ്ദേഹം തമ്മിലുള്ള ബന്ധം ചെറുതുമല്ല, ചെറിയ ബന്ധമല്ല. എത്രത്തോളം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് കൊണ്ടുവരാനും അദ്ദേഹത്തിന്റെ പൈസ ബാങ്കിൽ കൊണ്ടുവിടാനും കൂടി അവനാണ്. അപ്പൊ അത്രയും വലിയ ബന്ധാണുള്ളത്. പിന്നെ ഒരിക്കൽ അദ്ദേഹത്തിന് ആ പരീക്ഷയെ കുറിച്ച് വേറെ ആൾ ചോദിച്ചാണ് ചെറുശ്ശേരി സാറിന്റെ ചെറുശ്ശേരി സാദ് അതിൽ വരണ അങ്ങനെ അത് അദ്ദേഹം ചെറുശ്ശേരി സാദ് തൊടൂല. ബാങ്കിലൊക്കെ അദ്ദേഹത്തിന് അക്കൗണ്ടിലൊക്കെ വരണ എന്തെങ്കിലും പലിശ ഈ ചെറുശ്ശേരി സാദ് തൊടൂല. വേഗം അത് വേറെ എന്തെങ്കിലും വിഷയത്തിലേക്ക് അത് അദ്ദേഹം ആ അടച്ചുണ്ടല്ലോ അതിനൊക്കെ ശരിക്കുള്ള കണക്ക് ഉസ്താദിന്റെ അടുത്ത് ഉണ്ടാവും. ചെറുശ്ശേരി ഉസ്താദ് അടച്ച പൈസ ഉണ്ടാവുമല്ലോ, അതിന്റെ ശരിക്ക് ആ കണക്ക് അദ്ദേഹത്തിന് എടുക്കണ്ടാവും. അതിനേക്കാൾ ഒരു ഫീസ് അധികം, ഒരു നയാ പൈസ അധികം ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് വാങ്ങൂലെന്ന്. എന്നിട്ട് അത് ഉസ്താദ് സാധാരണ പറഞ്ഞ പൊതുവിഷയങ്ങളും മറ്റൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഇതിലായിരിക്കും. ഇന്നേ വരേക്കും അതിന്റെ ഒരു പൈസ പോലും അദ്ദേഹം അടച്ചതിൽ അപ്പുറം അദ്ദേഹത്തിന്റെ കീശയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാവില്ല. ആ കാര്യം വളരെ ഉറപ്പുള്ള വിഷയമാണ്. കാരണം അത് കൈകാര്യം ചെയ്യുന്ന ആളാണ് എന്റെ മൂത്ത മകൻ. അതുകൊണ്ട് എനിക്ക് അവൻ തന്നെ പറഞ്ഞ അടിസ്ഥാനത്തിലും മറ്റൊക്കെ ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോ
എന്റെ ഉപ്പ ആശുപത്രിയിലായിരുന്നു. അപ്പൊ ഉപ്പ ഇങ്ങനെ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ പറയാണ്, ആശുപത്രി കട്ടുമ്പോ ഇങ്ങനെ കിടന്നിട്ട്. അപ്പൊ ഈ പലിശ പൈസനെ കുറിച്ച് ചർച്ച വന്നു. അപ്പൊ അന്ന് എന്റെ മകൻ ആ കാര്യം പറയുകയും ചെയ്തു. അപ്പൊ ആ നിലക്കൊക്കെ ബഹുമാനപ്പെട്ടവർ വളരെ വളരെ വലിയ ഭാഗ്യവാനായ മനുഷ്യൻ തന്നെയാണ്. വല്ലാത്തൊരു ഭാഗ്യവാനായ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം നേരത്തെ പറഞ്ഞു, അദ്ദേഹം പ്രവർത്തിച്ച അദ്ദേഹം നട്ടുവളർത്തിയ ആ പൂങ്കാവനം അല്ലെ, അദ്ദേഹം നട്ടുവളർത്തിയ ആ പൂങ്കാവനത്തിൽ തന്നെ അദ്ദേഹത്തിന് ഒരു വിശ്രമ കേന്ദ്രം പണിയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇടപഴകിക്കൊണ്ട് ഉള്ള ആ കമ്പൗണ്ടിൽ തന്നെ അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമത്തിനുള്ള സ്ഥലം ലഭിക്കുക എന്നുള്ളത് വല്ലാത്തൊരു സന്തോഷകരമായ ഒരു അവസ്ഥയാണ്. ദാറുൽഹുദന്റെ കമ്പൗണ്ടിൽ പോയാൽ തന്നെ നല്ല റാഹത്തുള്ളല്ലേ, നല്ല വിശാലമായ നല്ലൊരു ലാളിത്യമുള്ള ഒരു രംഗാണ് ദാറുൽഹുദന്റെ കമ്പൗണ്ടിൽ തന്നെ. എല്ലാം ഉണ്ട്, എന്നാൽ എല്ലാം ഉണ്ട് അവിടെ, പക്ഷെ എല്ലാം ലളിതമാണ്. അത് നോക്കി ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല. അത് ചെമ്മാട് ദാറുൽഹുദയിൽ ധാരാളം ബിൽഡിങ്ങുകളുണ്ട്, പക്ഷെ ഓരോ ബിൽഡിംഗിന്റെ ശ്രദ്ധ നോക്കൂട്ടോ, ഒക്കെ വളരെ ലളിതമായ രൂപത്തിലായിരിക്കും ഉണ്ടായിട്ടുണ്ടാകുക. കെട്ടുറപ്പ് മറ്റൊക്കെ വളരെ ഉഷാറായിരിക്കും, പക്ഷെ അതേസമയത്ത് ഒന്നും അധിക ചെലവൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ആ രീതിയിലാണ് ഇത്. അതിന്റെ കെട്ടിടം പണിയിലാവട്ടെ, അതിന്റെ കമ്പൗണ്ട് ആവട്ടെ, അതിന്റെ എല്ലാ വിഷയങ്ങളും ആ രീതിയിൽ അങ്ങനെയാണ് അവിടെ. അപ്പൊ അങ്ങനെയുള്ള ആ കമ്പൗണ്ടിലെ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന ആ സ്ഥലത്ത് തന്നെ ബഹുമാനപ്പെട്ടവരുടെ ഖബർ അതിന് ഇടം അദ്ദേഹത്തിന് നൽകി. ആ വിദ്യാർത്ഥികൾ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്തും അവിടുന്ന് ഇറങ്ങുന്ന സമയത്തും അവിടുത്തെ ഉസ്താദുമാരും വിദ്യാർത്ഥികളൊക്കെ അദ്ദേഹത്തിന് സലാം ചെല്ലാൻ ഏറ്റവും സൗകര്യമുള്ളൊരു അവസ്ഥ. അപ്പൊ അതുപോലെ തന്നെ ധാരാളം ആളുകളുടെ ദുആയൊക്കെ ലഭിക്കുന്ന ഒരവസ്ഥ. അതൊക്കെ വലിയ ഭാഗ്യം തന്നെയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം മരിച്ചാലും, നമ്മളൊക്കെ മരിച്ചു പോകേണ്ടവരാണ്, മരിച്ചാൽ ധാരാളം സ്വാലിഹീങ്ങളായ ആളുകളുടെ ദുആ, അതുപോലെ നിസ്കാരം ഒക്കെ ലഭിക്കുന്ന ഒരു നല്ലൊരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി തരട്ടെ. ബഹുമാനപ്പെട്ടവരെയും നന്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിലായി ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ എന്ന് ദുആ ചെയ്ത് മറ്റുള്ള ആളുകളെയൊക്കെ ഞാൻ മൈക്കിലേക്ക് ക്ഷണിക്കുകയാണ്. പിന്നെ സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരെ കുറിച്ച് നാം അവരുടെ അവദാനങ്ങൾ വാഴ്ത്തുകയാണ്. ഇത് വളരെ നല്ലൊരു ദിക്റുൽ അംബിയാ ഇബാദത്തുന്നാണ്. ദിക്റുൽ അംബിയാ ഇബാദത്തും ദിക്റു സ്വാലിഹീന കഫാറത്തുൻ. അല്ലെ, സ്വാലിഹീങ്ങളായ ആളുകളെ കുറിച്ച് പറയൽ നമ്മുടെ ദോഷങ്ങൾ പൊറുപ്പിക്കുന്ന വിഷയങ്ങളാണ്. നമ്മൾ സ്വാലിഹീങ്ങളുടെ മദ്ഹ് ഇങ്ങനെ പറയുമ്പോഴേ അതുകൊണ്ടൊക്കെ അല്ലാഹു തആല നമ്മുടെ ചെറുദോഷങ്ങളൊക്കെ ഇങ്ങനെ പുറത്തു തരും. അപ്പൊ അങ്ങനെയുള്ള നല്ലൊരു ഒരു അവസരമാണിത്. അതുകൊണ്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ റൈസ് ഹാൻഡ് ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നു. മൈക്കിലേക്ക് വരണം.